ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് മി ലക്ഷ്മി. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷീറ്റ് മാസ്കിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നും അതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റ് മാസ്കിന് ഇരട്ടി റിസൾട്ട് കിട്ടും. അതെന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ, ഞാൻ ഒരു റീസെന്റ് ആയിട്ട് എന്റെ സ്കിൻ കെയർ റൂട്ടീൻ രണ്ടുപേരോട് സംസാരിച്ച ടൈമിൽ അവർ പറഞ്ഞ കാര്യമാണ്, ഇങ്ങനെ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, കാരണം അതൊരു എക്സ്ട്രാ എക്സ്പെൻസ് അല്ലേ. അത് മാത്രമല്ല, ഞങ്ങൾ യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല. നോർമൽ ഒരു സെറം യൂസ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വെറുതെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, ഒരു അഡീഷണൽ സ്റ്റെപ്പ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വെറുതെ അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അവരടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച ടൈമിലാണ് അവർ പറഞ്ഞത്, അവർ രണ്ടുപേരും കോമൺ ആയിട്ട് ചെയ്യുന്ന 2-3 മിസ്റ്റേക്സ് ഞാൻ നോട്ട് ചെയ്തായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഞാനും അത് തുടക്കത്തില്ല, അതായത് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്ത ഫസ്റ്റ് ടൈം ഞാനും ഈ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഷീറ്റ് മാസ്കിനെ പറ്റിയിട്ട് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വീഡിയോസ് കണ്ടു, നെറ്റിൽ റെഫർ ചെയ്തു. അങ്ങനെ കുറച്ച് റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഒക്കെ മാറ്റി പിന്നെ ഞാൻ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് ആദ്യം യൂസ് ചെയ്തതിനെക്കാട്ടിൽ ബെറ്റർ റിസൾട്ട് ആയിട്ട് തോന്നിയായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ആ ഒരു രീതിയിലാണ് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതാണ് മെയിൻ റീസൺ, ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ. സോ നമുക്ക് അധികം ലാഗില്ല, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സോ നമ്മൾ വെരി ഫസ്റ്റ് തന്നെ ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മുടെ ഈ ഹെയർ ഒക്കെ ഒന്ന് കെട്ടി വെക്കുക, ഇല്ലെങ്കിൽ ഫേസിൽ നിന്ന് അതൊന്ന് മാറ്റി വെക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത്. ഞാനിവിടെ നോർമലി ചെയ്യുന്നത് ഇതുപോലത്തെ 2 സെക്ഷൻ ക്ലിപ്പ് എടുക്കും, എന്നിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കും. വെച്ചതിന് ശേഷം ഞാൻ എന്താ ഇതുപോലെ മുടി ഒന്നും കൂടെ ടൈ ചെയ്യും. ടൈ ചെയ്ത് നല്ല പോലെ ഒന്ന് മടക്കി ഇങ്ങനെ വെക്കും. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാല്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെറം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്ട്രാസ് ഒക്കെ നമ്മൾ കഴുത്തിന്റെ ബാക്കിലും കഴുത്തിലും ഒക്കെ ഇടും. ആ ടൈമിൽ മുടി ഇങ്ങനെ കിടക്കുമ്പം അത് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. പിന്നെ ഈ മുടിയിലുള്ള ബാക്ടീരിയ ഇതിൽ വന്ന് മീൻസ് ഈ മുടി കഴുത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്ന് ചിലപ്പോൾ അവിടെ വല്ല റിയാക്ഷൻ ഒക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൻ ക്ലിപ്പ് എടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാൻഡോ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ക്ലിപ്പോ വല്ലതും എടുത്തിട്ട് ഫേസ് ഒന്ന് മുടിയൊക്കെ ഒതുക്കി, കഴുത്തുനിന്നൊക്കെ മുടിയൊക്കെ ഒതുക്കി മുകളിലോട്ട് നല്ലപോലെ സെക്യൂർ ചെയ്ത് വെക്കുക. സോ നമ്മുടെ സെക്കൻഡ് കാര്യം, നമ്മൾ ഈ ഹെയർ ഒക്കെ നല്ലപോലെ ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫേസ് നല്ല രീതിക്ക് വാഷ് ചെയ്യുക. മിക്ക ആൾക്കാരും ഡബിൾ ക്ലെൻസിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ ഡബിൾ ക്ലെൻസിങ്ങിന്റെ ആവശ്യമില്ല ആക്ച്വലി. അപ്പൊ നമ്മൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യാതെ നമ്മുടെ നോർമൽ ഫേസ് വാഷ് കൊണ്ട് ഒരു 30 to 50 സെക്കൻഡ്സ് വരേക്കും നല്ല രീതിക്ക് മസാജ് ചെയ്ത് ഡേർട്സ് ഒക്കെ കളയുക. ഓൾമോസ്റ്റ് ഇത്ര സൈഡ് വരേക്കും നല്ലതുപോലെ കഴുകുക. ഞാൻ ഓൾറെഡി കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്, ബിക്കോസ് എന്റെ ടീഷർട്ട് നനയും, അതുകൊണ്ട് ഞാൻ കഴുകി ടീഷർട്ടൊക്കെ മാറ്റിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നല്ല രീതിക്ക് ഫേസ് വാഷ് കഴുകി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹാൻഡ്സും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം വെക്കാനായിട്ട്. ഒരു അഴുക്കും പാടില്ല, അത്രയും നീറ്റായിട്ട് മാത്രം നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മുടെ തേർഡ് കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു ടോണർ മസ്റ്റ് ആയിട്ടും ഷീറ്റ് മാസ്കിന് മുന്നേ യൂസ് ചെയ്യുക. ഇത് ചെയ്യുന്നതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മുടെ pH ലെവൽ കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ പോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൽ എന്തെങ്കിലും ഡേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡീപ് ക്ലെൻസിങ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ടോണർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. സോ മസ്റ്റ് ആയിട്ടും ഷീറ്റ് മാസ്കിന് മുന്നേ നമ്മൾ ടോണർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അത് മാത്രമല്ല, നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് ഡാമ്പ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. സോ മസ്റ്റ് ആയിട്ട് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ടോണർ ബിഫോർ ഷീറ്റ് മാസ്ക്. അപ്പൊ ഫോർത്ത് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ടോണർ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്ന ആ ടൈം കൊണ്ട് തന്നെ നമ്മൾ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യണം. നമ്മൾ യൂഷ്വലി എന്താ ചെയ്യാറ്, ഷീറ്റ് മാസ്ക് എടുക്കും, പൊട്ടിക്കും, ഫേസിലേക്ക് അപ്ലൈ ചെയ്യും. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നല്ല രീതിക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ബിക്കോസ് ഈ ഷീറ്റ് മാസ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള സിറംസ് ആ ഒരു ഷീറ്റ് മാസ്കിൽ കാണും. അപ്പൊ നമുക്ക് അത്രയും ഒറ്റയടിക്കാൻ നമ്മുടെ ഫേസിലേക്ക് ആവശ്യമില്ല.
കാരണം നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുന്ന ടൈമിൽ അത് ഡ്രിപ്പ് ചെയ്ത് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വെറുതെ അത് തുള്ളി തുള്ളിയായിട്ട് പോകുന്നല്ലാതെ ഒരു പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അധികം പിഴിഞ്ഞെടുക്കണമെന്നല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്കിന്ന് ആ ഒരു നനഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെ വേഗം തന്നെ നമ്മുടെ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡോക്ടർ റഷ്യലിന്റെ ഈ ഒരു ഷീറ്റ് മാസ്ക് ആണ്. ഇതൊരു ഡീറ്റാൻ ഷീറ്റ് മാസ്ക് ആണ്. അപ്പൊ കണ്ടോ, ഇതില് എക്സ്ട്രാ ആയിട്ടുള്ള സെറംസ് ഇല്ല ആക്ച്വലി. കാരണം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് കൈ കൊണ്ട് അങ്ങനെ ഒന്ന് അമർത്തി കൊടുത്ത ടൈമിൽ എക്സ്ട്രാ ആയിട്ടുള്ളത് നമ്മുടെ ആ ഒരു കവറിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേഗം തന്നെ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുന്ന രീതിയാണ്. ഈ ഒരു ഷീറ്റ് മാസ്ക് നല്ല രീതിക്ക് നിവർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഇങ്ങനെ വലിച്ച് എല്ലാ സൈഡിലോട്ടും ആക്കി ഇങ്ങനെ ഒരു എയർ ബബിൾസ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക. ഇപ്പൊ എന്നെ പോലത്തെ കുഞ്ഞു ഫേസുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ മേടിക്കുന്ന മിക്ക ഷീറ്റ് മാസ്കും ഒത്തിരി വലുതായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് ആദ്യം ഇങ്ങനെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ യൂഷ്വലി ചെയ്യാറ് ഇങ്ങനെ ഒരു കത്രിക എടുക്കും, എന്നിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. കാരണം ഇല്ലെങ്കിൽ അത് ടൈറ്റ് ആയിട്ട് ഇരിക്കത്തില്ല. എന്നിട്ട് ഇതിന്റെ പുറത്തു കൂടെ തന്നെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, അത് കറക്റ്റ് ആ ഒരു ടൈറ്റ് ആയിട്ട് തന്നെ അതവിടെ ഒട്ടിയിരിപ്പുണ്ട്. അതുപോലെ ഞാൻ ഇവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. കാരണം ഇല്ലെങ്കിൽ അവിടെയും ഇതുപോലെ എയർ ബബിൾസ് വന്നിരിക്കും. ഇപ്പുറത്തും ഞാൻ അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ഇനി ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ നല്ല രീതിക്ക് വലിച്ച് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് സെയിം അതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല്, ഒന്നാമത്തെ കാര്യം എന്റെ നോസ് അവിടെ കവർ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം അധികം എയർ ബബിൾസും കയറത്തില്ല. പിന്നെ നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ ഞാൻ എന്റെ നോസിന്റെ അവിടെയും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പിന്നീടാ ചെയ്തത്, അതുകൊണ്ടാണ് ഈ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ടിവിയിലും മൂവീസിലൊക്കെ കാണും പോലെ പിക്ചർ പെർഫെക്റ്റ് ഷീറ്റ് മാസ്ക് ലുക്കൊന്നും ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഫേസ് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി വൃത്തികേടായിട്ട് ഇരുന്നാലും നമുക്ക് ബെനിഫിറ്റ് ആണ് മുഖ്യം, അത് മാത്രം നമ്മൾ നോട്ട് ചെയ്യുക. പിന്നെ ടൈമർ വെക്കുമ്പോൾ വെറും 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, അതിൽ കൂടുതൽ വെക്കരുത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഷീറ്റ് മാസ്ക് വെച്ചതിന് ശേഷം റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ നോക്കുക. TV കണ്ടോണ്ടോ അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചോണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചോണ്ടോ ഒന്നും ഇരിക്കരുത്. അങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഷീറ്റ് മാസ്ക് ലൂസ് ആവും, അതിനനുസരിച്ച് എയർ ബബിൾസ് കയറും, അപ്പോൾ ഒരു ബെനിഫിറ്റും കിട്ടത്തില്ല. അതുപോലെ നമ്മൾ എത്രത്തോളം നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നോ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റേ ഉള്ളൂ. അപ്പം മാക്സിമം കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ വരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, നമ്മൾ നോർമൽ സെറം യൂസ് ചെയ്യുന്ന പോലെ അല്ലേ, അപ്പോൾ അതിന്റെ ഒരു ആവശ്യം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മൾ നോർമലി സെറംസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമുക്ക് അത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടും പിന്നെ അതൊരു 2-3 മിനിറ്റ്സ് മാത്രമേ നമ്മുടെ സ്കിന്നിൽ കാണത്തുള്ളൂ. ബാക്കിയൊക്കെ കാറ്റടിച്ച് പോവും, പിന്നെ കുറച്ചൊക്കെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവും. എന്നാൽ ഈ ഒരു ഷീറ്റ് മാസ്ക് അധികം നേരം നമ്മുടെ സ്കിന്നിൽ ഇരിക്കുകയും അതിനനുസരിച്ച് ഹൈഡ്രേഷനും സൂത്തനിങ് ഒക്കെ തരും. അതുകൊണ്ട് ഷീറ്റ് മാസ്ക് പൊതുവെ ഹൈഡ്രേറ്റിംഗ് കണ്ടന്റ്സ് ആയിരിക്കും കൂടുതലുള്ളത്. സോ എന്തായാലും ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫേസിലുള്ള ആ ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരു പാക്കേജിങ് കിട്ടും, അതെടുത്ത് കളയാറാണ് പതിവ്. ഒരിക്കലും ചെയ്യരുത്. കാരണം ഇതില് ഒരുപാട് പ്രോഡക്റ്റ് നമ്മുടെ ഇതിന്റെ അടിയിൽ ഇവിടെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് കിടപ്പുണ്ടാവും.
നിങ്ങക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതിൽ ഒത്തിരി സെറം ഉണ്ട്. ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഇതിൽ വരുന്ന ബാക്കി സെറം നമ്മുടെ ഫേസിലേക്കും കഴുത്തിലേക്കും നമ്മുടെ കഴുത്തിന്റെ ബാക്കിലേക്കും അതുപോലെ കയ്യിലും കാലിലും കാൽമുട്ടില് ഒക്കെ തന്നെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണ്ട, ബാക്കിയൊക്കെ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നമ്മൾ ഈ കയ്യിലും കാലിലും ഒക്കെ നമ്മുടെ എക്സ്ട്രാ സെറം ഒക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മളിത് നാച്ചുറലി അബ്സോർബ് ആവാനായിട്ട് വിടുക. പല ആൾക്കാരും ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞു ഫാനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് അത് ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ഉണക്കാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സീരിയസ്ലി അങ്ങനെ ചെയ്യരുത്. നമുക്കിപ്പോ ടൈം ഒന്നും ഇല്ലാത്ത ടൈമിലാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ടൈം ഉള്ള സമയത്താണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഇത് നാച്ചുറലി അബ്സോർബ് ആവുമ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിലുള്ള കണ്ടൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവാനുള്ള ടൈം കിട്ടും. അത് നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് തരും. അല്ലാതെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ കാറ്റ് കൊണ്ടൊക്കെ ഉണക്കുമ്പോഴത്തേക്ക് അത് കാറ്റ് കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മുടെ സ്കിന്നില് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ടാബ് ചെയ്ത് ഇങ്ങനെ ലൈക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കുന്ന ടൈമില് നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ ഫേസിലേക്ക് നമ്മുടെ ഒരു ബ്ലഡിന്റെ ഫ്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടും. അപ്പൊ നമുക്ക് നല്ലൊരു ഹെൽത്തി ഗ്ലോയും അതുപോലെ നല്ല ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് നല്ല രീതിക്ക് ബെനിഫിറ്റ് ആണ്. എന്നും പറഞ്ഞ് ഇങ്ങനെ അടിക്കാനോ അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഹാർഷ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും ആക്കാനായിട്ട് നിൽക്കരുത്. അതൊട്ടും നല്ലതല്ല നമ്മുടെ സ്കിന്നിന്. അത് കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കത്തേ ഉള്ളൂ. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ എല്ലാവർക്കും വരുന്നൊരു കോമൺ മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഈ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാവോ എന്നുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും ഈ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് നൈറ്റിലാണ്. നൈറ്റിൽ അങ്ങനെ പ്രിഫർ ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതലും ഉള്ളത് ഹൈഡ്രേറ്റിംഗ് കണ്ടൻസും പിന്നെ അതുപോലെ തന്നെ ബ്രൈറ്റനിങ് കണ്ടൻസും ആണ് കൂടുതലുള്ളത്. മെയിൻ ഈ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ കിട്ടും. അപ്പൊ ഈ ഹൈഡ്രേഷൻ കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് ഒന്ന് റിജുവനേറ്റിംഗ് ആവാനൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നൊന്ന് കാമായിട്ട് എന്താണ് അതിന് നമ്മൾ രാവിലെ മൊത്തവും പൊടിയടിച്ച് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ഇതുപോലൊരു ഷീറ്റ് മാസ്ക് നൈറ്റിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അപ്പൊ അത് നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടും ബ്രൈറ്റനിങ് ആയിട്ടൊക്കെ എഫക്ട് ചെയ്യും. സോ നമ്മൾ എപ്പോഴും നൈറ്റില് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷീറ്റ് മാസ്കിൽ എപ്പോഴും ഹൈഡ്രേറ്റിംഗ് കണ്ടൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ വേറെ സിറം യൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് നിയാസിനമേഡോ പിന്നെ ഹൈലൂറോണിക് ആസിഡ് യൂസ് ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. ഇപ്പൊ സാലിസിലിക്കോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ AHA BHA അതുപോലത്തെ അല്ലെങ്കിൽ നമ്മുടെ റെറ്റിനോൾ അതുപോലത്തെ ഒന്നും യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലത്തെ ആവശ്യമില്ല. അത് പിറ്റേ ദിവസം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ആ ദിവസം തന്നെ AHA BHA റെറ്റിനോൾ ഇങ്ങനെയുള്ള എക്സ്ഫോലിയേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഉള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ഇരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. സോ നമ്മൾ നൈറ്റിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബാക്കി യൂഷ്വൽ സ്കിൻ കെയർ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മാജിക്കൽ എഫക്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. വീക്ക്ലി ട്വൈസ് മാത്രമാണ് നമുക്ക് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ ഡെയിലി ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് എക്സ്ട്രാ എക്സ്പെൻസ് ആണ്, രണ്ട് ഡെയിലി യൂസ് ചെയ്തെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ കൂടുതലും നമ്മൾ ഈ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന ഒരു റിലാക്സേഷനും പിന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ നോർമലി ചെയ്യാനുള്ളത് ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ ഇത് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇട്ട് ലോക്ക് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അങ്ങനെ ലോക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ സെറം യൂസ് ചെയ്തിട്ട് സെറം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അബ്സോർബ് ആയി പോകും. ഇപ്പൊ തന്നെ എന്റെ ഫേസിൽ കണ്ടാൽ അറിയാം അത് അബ്സോർബ് ആയി പോയി. പക്ഷെ നമ്മൾ അതിന്റെ പുറത്തുകൂടെ ഒരു മോയ്സ്ചറൈസർ ഇടുമ്പോഴത്തേക്കും ഈ ഒരു സെറംസിന്റെ കണ്ടൻസ് എല്ലാം നമുക്കൊന്ന് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നാലേ നമ്മൾ വിചാരിക്കുന്ന ഒരു എഫക്റ്റോ നമ്മൾ വിചാരിക്കുന്ന ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക.
നമ്മൾ എപ്പോഴൊക്കെ സെറം യൂസ് ചെയ്താലും അതിനുശേഷം നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. പിന്നെ അതുപോലെ മോയ്സ്ചറൈസർ ഇട്ട് ലോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷീറ്റ് മാസ്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചില ഷീറ്റ് മാസ്കിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷീറ്റ് മാസ്കിലൊക്കെ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഒരു ടൈറ്റനിങ് ഒക്കെ തരുന്ന ഷീറ്റ് മാസ്കിൽ മെയിൻ ആയിട്ടും ഇതിനൊരു 2 ലെയർ കാണും. ആ 2 ലെയറും കൂടെ ആയിട്ട് നമ്മൾ ഫേസിൽ വെക്കാൻ പാടില്ല. അതിൽ ഒരു ലെയർ, അതായത് നമ്മുടെ സ്കിന്നിൽ വെച്ചിട്ട് അതിന്റെ പുറത്തുള്ള ഒരു ലെയർ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഷീറ്റ് മാസ്കിൽ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം, ഈ ഒരു ബാക്കിലുള്ള ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സെറം ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഇത് വൈപ്പ് ചെയ്ത് കളയുക. ഈ ഒരു ഗ്ലോയി, ഒരു ഡ്യൂയി ഒരു ലുക്കിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അവർ പറയും ഇത് എക്സ്ട്രാ ഇരിക്കല്ലേ എന്നും പറഞ്ഞ് ഇത് വൈപ്പ് ചെയ്ത് കളയും. ഒരിക്കലും ചെയ്യരുത്. ഈ ഒരു സെറം എന്ന് പറഞ്ഞാല് നമുക്ക് ഹൈഡ്രേഷൻ തരുന്ന ഒരു സെറം ആണ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയി പോയി ഇത് അങ്ങ് ഡ്രൈ ആവും. അങ്ങനെ ഒരു ഡ്രൈനെസ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മോയ്സ്ചറൈസർ കൊണ്ട് ലോക്ക് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഈ സെറം ഒക്കെ കൊണ്ടൊന്ന് കഴുകി കളയുകയോ അല്ലെങ്കിൽ വൈപ്പ് ചെയ്ത് കളയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. എന്താ, നമ്മള് സ്കിൻ കെയർ ചെയ്തിട്ട് മുഖം കഴുകും പോലെ ഇരിക്കും നമ്മൾ ഈ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോൾ. അപ്പൊ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്ത ഫേസ് വാഷ് ചെയ്യരുത്, അല്ലെങ്കിൽ വൈപ്പ് ചെയ്ത് കളയരുത്. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ അബ്സോർബ് ആയി പൊക്കോളും. സോ ഈ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആൻഡ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പല ആൾക്കാരും ഈ ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതിൽ എക്സ്ട്രാ എസൻസ് ഒക്കെ ഉണ്ട്, സെറം ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് കുറച്ച് കൂടുതൽ നേരം വെക്കാന്ന് പറഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെക്കും. ചില ആൾക്കാർ ഇത് വെച്ചുകൊണ്ട് തന്നെ അങ്ങ് കിടന്ന് ഉറങ്ങും. ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ആ ഒരു ഷീറ്റ് മാസ്കിന്റെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 15 മിനിറ്റ് വെക്കുക. 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. കൂടിപ്പോയ ഒരു 20 മിനിറ്റ്സ്, അതിൽ കൂടുതൽ വെക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഇപ്പം ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷീറ്റ് മാസ്ക് ഒക്കെ ആണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് വരെ വെക്കുന്നതിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ അതിലപ്പുറത്തേക്ക് ഒരിക്കലും വെക്കാനേ പാടില്ല. കാരണം അങ്ങനെ വെക്കുന്നതിലൂടെ നമുക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല. നമ്മൾ ഈ ഫേസിൽ ഇട്ട സാധനങ്ങൾ തിരിച്ച് ഈ മാസ്കിൽ കൂടെ തന്നെ അങ്ങ് ഡ്രൈ ആയി പോവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് ഓവറായിട്ട് പറഞ്ഞ ടൈമിൽ കൂടുതലായിട്ട് വെക്കുന്നത് ഇത്തിരി കൂടെ ബെനിഫിറ്റ് ഒക്കെ കിട്ടും എന്നും പറഞ്ഞ് അധികം വെക്കാനോ അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാനോ ഉള്ള ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോകരുത്. കറക്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് വെക്കുക, അത് മാറ്റി കളയുക, എന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസർ കൊണ്ട് ലോക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് വേണ്ട കണ്ടൻസും ഒക്കെ കിട്ടും. അല്ലാതെ ഒറ്റ ദിവസം യൂസ് ചെയ്തെന്നും പറഞ്ഞും നമ്മുടെ സ്കിന്നിൽ ഒരു മാജിക്കൽ എഫക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല. ഭയങ്കര മോയ്സ്ചറൈസർ ആയിട്ടിരിക്കും, മോയ്സ്ചറൈസിങ് ആയിരിക്കും, ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും. അതിന് കൂടുതലായിട്ട് നമുക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പൊ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല ബെനിഫിറ്റ് ആണ്. അപ്പൊ എന്തായാലും എന്തെങ്കിലും ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇനി സപ്പോസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക, ഞാൻ എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ മെയിൻ ആയിട്ട് പറയാനായിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ എന്തായാലും ഓർക്കുന്നില്ല. അപ്പൊ പിന്നെ ഇനി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ്സിൽ പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് പറയാനുണ്ടാകുന്നത്. അപ്പൊ എന്തായാലും ഇനി ഈ ഷീറ്റ് മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം സണ്ണിലൊക്കെ, അതായത് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന ടൈമിൽ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക, യൂഷ്വൽ സ്കിൻ കെയർ ചെയ്യുക. ഈ ഒരു ഷീറ്റ് മാസ്ക് മാത്രം ദിവസം യൂസ് ചെയ്തെന്നും പറഞ്ഞ സ്കിൻ കെയർ റൂട്ടീൻ ആവത്തില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.